ഇനി അടുത്തത് യൂണിറ്റ് 2 ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്. അതിൽ ഗ്രൂപ്പ്സ് ഇൻ ടാലി പ്രൈം എന്താണെന്നുള്ളതാണ്. അതായത് ടാലി പ്രൈമിൽ സച്ച് അക്കൗണ്ടിങ് ഹെഡ്സിനെ നമ്മൾ ഗ്രൂപ്പ് എന്നാണ് പറയുക. അതായത് നമുക്ക് ടാലി പ്രൈമിൽ ഒരുപാട് അക്കൗണ്ടിങ് ഹെഡുകൾ ഉണ്ടാവില്ലേ, അതിനെ ഗ്രൂപ്പുകൾ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അത് ആൾട്ടർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇൻ ടാലി പ്രൈം ദർ ആർ 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ്. അതായത് നമ്മളുടെ ടാലി പ്രൈമിൽ മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത 28 ഗ്രൂപ്പുകളുണ്ട്. അതിൽ 15 എണ്ണം പ്രൈമറി ഗ്രൂപ്പും 13 എണ്ണം സബ് ഗ്രൂപ്പുമാണ്. അപ്പോൾ നമുക്ക് ഈ 15 അല്ലെങ്കിൽ 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സിന് പുറമെ നമുക്ക് വേണമെങ്കിൽ പുതിയ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഗ്രൂപ്പിനെ ഒഴിവാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ, സപ്പോസ് യു ഹാവ് ക്രിയേറ്റഡ് വേജ് അണ്ടർ ദ ഗ്രൂപ്പ് ഡയറക്റ്റ് എക്സ്പെൻസ്. നമുക്ക് വേജിനെ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്നിട്ട് അതിനെ വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ഗ്രൂപ്പിലേക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ടാലി പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് നോക്കാം. പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടാലി പ്രൈമിൽ മുൻകൂട്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകളാണ്. ഇത് 28 എണ്ണം ഉണ്ട്. അതിൽ 15 എണ്ണം പ്രൈമറി ഗ്രൂപ്പും 13 എണ്ണം സബ് ഗ്രൂപ്പുമാണ്. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പും സബ് ഗ്രൂപ്പുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഡീഫോൾട്ട് ഗ്രൂപ്പാണ്. ഡീഫോൾട്ടായിട്ടുള്ള ഗ്രൂപ്പ് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് ഡീഫോൾട്ടായിട്ടുള്ള ഗ്രൂപ്പ്, അതായത് ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതുപോലെയുള്ളതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. അടുത്ത റിസർവ് ആൻഡ് സർപ്ലസ് അഥവാ റിറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് ഓണർ എന്താണ് ഫ്യൂച്ചറിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെയാണ് റിറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫിക്സ്ഡ് അസറ്റ് ബൈ ചെയ്യുക, അതുപോലെ തന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇതൊക്കെ എന്താണ് ബിസിനസ് തുടങ്ങിയതിന് ശേഷം കമ്പനി ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്നൊക്കെ പറയുന്നത്. ഈ കറണ്ട് അസറ്റിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസ് ഉണ്ട്, സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി, നോൺ ഇൻറ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി, കറണ്ട് ലയബിലിറ്റീസ്. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നതാണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, പ്രൊവിഷൻസ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ഒക്കെ. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ലോൺസ്, ലയബിലിറ്റി. അതിൽ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഉണ്ട്, സെക്യൂർഡ് ലോൺസ് ഉണ്ട്, അൺസെക്യൂർഡ് ലോൺസ് ഉണ്ട്. പിന്നെ സസ്പെൻസ് അക്കൗണ്ട് എന്താണെന്നാണ് പറയുന്നത്. പിന്നെ മിസലേനിയസ് എക്സ്പെൻസ്, ബ്രാഞ്ച് ഡിവിഷന്, സെയിൽസ് അക്കൗണ്ട്. അതൊക്കെ എന്താണ് ഡീഫോൾട്ട് ഗ്രൂപ്പാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യാതെ തന്നെ അതിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഗ്രൂപ്പുകളാണ്. പർച്ചേസ് അക്കൗണ്ട്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷന് ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ പലയിടത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ കാണാം. അടുത്തത് കോമൺ ആൻഡ് പോസിബിൾ എറർ ഇൻ ഗ്രൂപ്പിംഗ് ആൻഡ് അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഡെപ്റ്റർ ഓർ ക്രെഡിറ്റർ ക്ലാസിഫിക്കേഷനാണ്. അതിൽ തന്നെ സൺഡ്രി ഡെപ്റ്റർ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബ്രാഞ്ച് ഓർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഗ്രൂപ്പ്സ് ഉണ്ട്. അടുത്തത് സെയിൽസ് ആൻഡ് പർച്ചേസ് അക്കൗണ്ട് ഗ്രൂപ്പ്സ് ആർ മീൻ ഫോർ റവന്യൂ അക്കൗണ്ടാണ് സെയിൽസ് ആൻഡ് പർച്ചേസ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റിഫ്ലക്റ്റ് ചെയ്യുക. ഇനി നമ്മളൊരു പാർട്ടിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു പാസ് സെയിൽ ഓർ പർച്ചേസ് വൗച്ചർ ട്രാൻസാക്ഷൻ. സെയിൽ ഓർ പർച്ചേസ് വൗച്ചർ ട്രാൻസാക്ഷൻ പാസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓപ്പണിംഗ് 2 അക്കൗണ്ട്സ് ഫോർ എ സെയിം പാർട്ടിക്ക് വേണ്ടിയിട്ട് 2 അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം.
അപ്പോൾ ടാലി പ്രൈം യു ക്യാൻ ക്ലാസിഫൈ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ബ്രാഞ്ച് ഓർ ഡിവിഷൻ അറ്റ് യുവർ കൺവീനിയൻസ്. നമുക്ക് എന്താണ് ഇപ്പോൾ ടാലി പ്രൈമിൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, അതുപോലെ തന്നെ ബ്രാഞ്ച് ഓർ ഡിവിഷൻ എന്നുള്ളതൊക്കെ നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ദിസ് ഹെൽപ്സ് യു ടു പ്രോസസ് കീപ്പിംഗ് അക്കൗണ്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ടുഗദർ ഡ്യൂറിങ് ഡിസ്പ്ലേയിങ് ആൻഡ് അനാലിസിസ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാനോ അനാലിസിസ് ചെയ്യാനൊക്കെ നമുക്കത് എളുപ്പമാകും. യൂസ് ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ മോസ്റ്റ് നാച്ചുറൽ ഗ്രൂപ്പ് ഫോർ ദ പാർട്ടി. അപ്പോൾ നമ്മളൊരു പാർട്ടിയുടെ ഇത് തയ്യാറാക്കുമ്പോൾ അതിന് ഏറ്റവും എന്താ പറയുക സ്യൂട്ടായിട്ടുള്ളത് ഏതാണോ അതിലാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, പാർട്ടീസ് ഫ്രം whom you buy frequently can be placed under sundry creditors. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഒരാളെത്തു നിന്ന് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുകയാണ്, പക്ഷേ അയാൾക്ക് ക്യാഷ് അപ്പോൾ കൊടുക്കാറില്ല, പിന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ അതിനെ നമ്മളെന്താണ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുക. ആസ് ദാറ്റ് ഈസ് നാച്ചുറൽ പ്ലേസ് ലുക്ക് ഫോർ their account. Tally prime does not restrict account from having observed balance. Thus a sundry debtor can have credit balance depending on state of his account. അപ്പോൾ അത്തരം സൺഡ്രി ഡെപ്റ്റേഴ്സിനെ, അതായത് നമ്മൾ കൊടുക്കാനുള്ള ആളെ എന്താണ് നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുക. അതിൽ നമുക്കൊരു ഒബ്സർവ്ഡ് ബാലൻസ് ഒന്നും കാണിക്കണം എന്നില്ല. അതുപോലെ തന്നെ സൺഡ്രി ഡെപ്റ്ററിൽ എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് സൺഡ്രി ഡെപ്റ്റർ, അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ആൾക്ക് സൺഡ്രി ഡെപ്റ്ററിൻ്റെയും സൺഡ്രി ക്രെഡിറ്ററിൻ്റെയും അക്കൗണ്ട് വരുമോ? ദർഫോർ യു നീഡ് നോട്ട് ഓപ്പൺ 2 അക്കൗണ്ട്സ് ഫോർ ദ സെയിം പാർട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് സെയിം പാർട്ടിക്ക് 2 അക്കൗണ്ട് ആക്കേണ്ട ആവശ്യമില്ല. Sundry debtors and another under sundry creditors. Tally prime restrict to open 2 identical ledger accounts. In such cases, you may decide to mark one account as A and come, another account A and come S bar debtor, A and come S or creditor. അപ്പോൾ 2 കേസിൽ ഒരാൾ തന്നെയാണ് ഡെപ്റ്ററും ക്രെഡിറ്ററും. അങ്ങനത്തെ കേസിൽ 2 സെപ്പറേറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല, നമുക്കത് മാർക്ക് ചെയ്താൽ മതി. ഒന്നിൽ ഡെബിറ്റായിട്ടും മറ്റിൽ ക്രെഡിറ്റായിട്ടും മാർക്ക് ചെയ്താൽ മതി. അല്ലാണ്ട് ഒരു പാർട്ടിക്ക് തന്നെ 2 അക്കൗണ്ട് എന്നുള്ളത് എന്താണ് നമ്മളുടെ ടാലി പ്രൈം റെസ്ട്രിക്റ്റ് ചെയ്ത കാര്യമാണ്. അടുത്തത് എങ്ങനെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ Alt+G കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് മാസ്റ്റർ എടുക്കുക, ഗ്രൂപ്പ് എടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ Alt+G എടുത്താൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ Alt+A കൊടുത്താൽ ഗ്രൂപ്പ് എടുക്കാൻ Alt+G കൊടുക്കുക, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ Alt+A കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. Alt+G കൊടുത്താൽ ടൈപ്പ് ഓർ സെലക്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് വരും. അതിൽ ഗ്രൂപ്പ് എടുക്കുക, എൻ്റർ കൊടുക്കുക. അതല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലി എടുത്തിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുത്ത് ഗ്രൂപ്പ് എടുത്തിട്ട് എൻ്റർ കൊടുത്താലും മതി. ഇനി എങ്ങനെയാണ് ഗ്രൂപ്പ് ആൾട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പ് ആൾട്ടറേഷൻ സ്ക്രീനിൽ അണ്ടർ ഗ്രൂപ്പ് ഫീൽഡ് എടുക്കുക, സെലക്ട് ദ നെയിം ഓഫ് ഗ്രൂപ്പ് റിക്വയർഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഡിസ്പ്ലേഡ്. അതായത് ആ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണോ നമുക്ക് ആൾട്ടർ ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്, അതിനെ എടുക്കുക. മേക്ക് ദ നെസസറി ചേഞ്ചസ് ഇൻ ദ ഗ്രൂപ്പ് ആൾട്ടറേഷൻ സ്ക്രീന്. ആ ഗ്രൂപ്പ് ആൾട്ടറേഷൻ സ്ക്രീനിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ച് ആണോ വേണ്ടത് അത് കാണിക്കുക. എന്നിട്ട് പ്രസ് Alt+A എടുത്തിട്ട് എന്താണ് സ്ക്രീനെ ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ മൾട്ടി ഗ്രൂപ്പ്സ് ഇൻ ദ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നിന്ന് മൾട്ടി ആൾട്ടർ ഓപ്ഷൻ എടുക്കുക. അങ്ങനെയാണ് നമ്മളുടെ ആൾട്ടർ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിന്
ഗ്രൂപ്പ് അൾട്രേഷൻ സ്ക്രീനിൽ നിന്ന് Alt+D അടിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിലീറ്റ് ആകും. ഇനി എങ്ങനെയൊക്കെ 3 സിറ്റുവേഷനിൽ ഗ്രൂപ്പുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ഈ ഗ്രൂപ്പിന് സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഹാസ് ലെഡ്ജേഴ്സ് ക്ലാസിഫൈഡ് അണ്ടർ ഇറ്റ്. ലെഡ്ജേഴ്സ് ക്ലാസിഫിക്കേഷൻ നടത്തിയ ഗ്രൂപ്പിൽ, അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് മാസ്റ്ററിൽ ഉള്ള ഗ്രൂപ്പിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റ്.